ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് റോസ്മേരി പ്ലാന്റിനെ കുറിച്ചാണ്. റോസ്മേരി പ്ലാന്റിൻ്റെ ശാസ്ത്രീയ നാമം സാൽവിയ റോസ്മാനിഡസ് എന്നാണ്. ഇവയുടെ കുടുംബം ലാമിയേസി കുടുംബത്തിലാണ്. റോസ്മേരി ഒരു സുഗന്ധമുള്ള ഔഷധ മസാല ചെടിയാണ്. പച്ച നിറത്തിലുള്ള സൂചി പോലുള്ള ഇലകളും മനോഹരമായ സുഗന്ധവുമാണ് പ്രത്യേകത. ഇവ സ്ഥിരഹരിത കുറ്റിച്ചെടിയാണ്. ഇവയുടെ ഉയരം വരുന്നത് 1-2 മീറ്റർ വരെയാണ്. ഇവയുടെ പൂക്കളുടെ നിറം നീല, വെള്ള അല്ലെങ്കിൽ മെങ്ക നിറമാണ്. ഇവയ്ക്ക് ചൂടും സൂര്യപ്രകാശവും ഇഷ്ടമാണ്. ഇവ ഉപയോഗിക്കുന്നത് മാംസം, ചിക്കൻ, ഉരുളക്കിഴങ്ങ്, സൂപ്പുകൾ എന്നിവയ്ക്കാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും തലവേദന, ക്ഷീണം എന്നിവ കുറയ്ക്കാനും ഇവ ഉപയോഗിക്കുന്നു. വെള്ളം നിൽക്കാത്ത ലഘുവായ മണ്ണ് ഇവയ്ക്ക് ആവശ്യമാണ്. ദിവസേന 6-8 മണിക്കൂർ സൂര്യപ്രകാശം നൽകണം. അതിയായ വെള്ളം ഒഴിവാക്കണം. ഇവ തണ്ട് മുറിച്ച് വളർത്താം. ഇവയ്ക്ക് ചൂടും വരണ്ടതുമായ കാലാവസ്ഥ അനുയോജ്യമാണ്. നല്ല സൂര്യപ്രകാശം 6-8 മണിക്കൂർ ആവശ്യമാണ്. വെള്ളം നിൽക്കാത്ത ലഘുവായ മണൽ കലപ്പുള്ള മണ്ണാണ് ഇവയ്ക്ക് ആവശ്യം. ചെടിച്ചട്ടിയിലോ നിലത്തിലോ വളർത്താം. തണ്ട് മുറിച്ച് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. 10-15 സെൻറ്റിമീറ്റർ നീളമുള്ള ആരോഗ്യകരമായ തണ്ട് മുറിക്കുക. താഴത്തെ ഇലകൾ നീക്കി മണ്ണിൽ നട്ട് നനയ്ക്കുക. നട്ടതിന് ശേഷം നേരിയ നനവ് കൊടുക്കുക. വെള്ളം അധികം കൊടുക്കരുത്. 2-3 ആഴ്ചയിൽ വേരെടുക്കും. മണ്ണ് ഉണങ്ങിയ ശേഷം നനയ്ക്കുക. മാസം ഒരിക്കൽ കമ്പോസ്റ്റ്, ചാണകവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. രാസവളങ്ങൾ കുറച്ച് മതി. ഇടയ്ക്കിടെ മുകളിലെ കൊമ്പുകൾ മുറിക്കുക. ഇത് ചെടി കട്ടിയായി വളരാൻ സഹായിക്കും. സാധാരണ കീടങ്ങൾ കുറവാണ്. ആവശ്യമായാൽ നീം ഓയിൽ സ്പ്രേ ചെയ്യണം. നട്ട് 2-3 മാസത്തിന് ശേഷം ഇലകൾ പറിക്കാം. രാവിലെ പറിക്കുന്നത് സുഗന്ധം കൂടുതലായിരിക്കും. തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി ശ്രദ്ധയും ഓർമ്മയും കൂട്ടാൻ സഹായിക്കുന്നു. വയറുവേദന, അജീർണം, വയറുവീക്കം എന്നിവ കുറയ്ക്കാനും ഇവ സഹായകമാണ്. റോസ്മേരി ചായയോ അറാമിയോ തലവേദന കുറയ്ക്കാൻ സഹായിക്കും. റോസ്മേരി എണ്ണ തലയിൽ പുരട്ടുന്നത് മുടികൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളർച്ച മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉള്ളതിനാൽ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു. സന്ധിവേദന, പേശിവേദന എന്നിവയിൽ റോസ്മേരി എണ്ണ ഉപയോഗിക്കുന്നു. ശരീരത്തിലെ രക്തയോട്ടം നല്ലതാക്കാൻ സഹായിക്കുന്നു. ആൻറ്റി ബാക്ടീരിയൽ ഗുണം മൂലം ചെറിയ മുറിവുകൾ, പിമ്പിൾസ് എന്നിവയിൽ സഹായകമാണ്. ഗർഭിണികൾ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, ദീർഘകാല രോഗമുള്ളവർ ഡോക്ടറുടെ ഉപദേശം കൂടാതെ ഔഷധമായി ഉപയോഗിക്കരുത്. അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.